കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടുകൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമില്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബ് ലൂസ് എന്ന പട്ടണത്തിൽ അന്തി ഉറങ്ങുമ്പോൾ ആ സ്ഥലത്ത് രാത്രി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഒരു സ്വപ്നം കണ്ടിട്ടാണ് യാക്കോബ് രാവിലെ എഴുന്നേൽക്കുന്നത്, അല്ലേ? അത് എഴുന്നേറ്റിട്ട് അവൻ പറയുന്നൊരു വാചകമാണ് നമ്മൾ വായിച്ച് കേൾപ്പാൻ തക്കവണ്ണം ഇടവന്നത്. നമുക്കറിയാം അവിടെ യാക്കോബ് എത്തിയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. ജ്യേഷ്ഠനായ യേശാവിനെ ഭയപ്പെട്ടു, അല്ലെങ്കിൽ അനുഗ്രഹം ഇസഹാക്കിൽ നിന്ന് മേടിച്ചതിനെ പ്രതി യേശാവ് ഇവനെ കൊല്ലും എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം പദനരാമിലേക്ക്, അല്ലെങ്കിൽ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി തീരുമാനം എടുക്കുകയും അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയും ചെയ്യുന്നു. അന്ന് വൈകുന്നേരത്ത് അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് ലൂസ് എന്ന പട്ടണം. അവിടെ അന്തി ഉറങ്ങുന്ന സമയത്ത് അന്ന് രാത്രി അവൻ സ്വപ്നം കാണുകയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവൻ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട് എഴുന്നേറ്റ യാക്കോബ് പറയുകയാണ്, സ്തോത്രം, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ വേറൊന്നുമല്ല. അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കണം, ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ചില പ്രയാസഘട്ടങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ, മുന്നോട്ട് എങ്ങനെ, അടുത്ത ചുവടെങ്ങനെ, അടുത്ത കാലെങ്ങനെ വയ്ക്കുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം ഇങ്ങനെയുള്ള ചില പ്രവർത്തികൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, പദനരാമിലേക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ളത് സത്യമാണ്. അങ്ങനെ പോകുന്ന വഴിയാത്രയിലാണ്. പക്ഷേ ആ പ്രയാസഘട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സ്തോത്രം പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാതിൽ യാക്കോബിന് മുമ്പേ തുറക്കപ്പെടുകയാണ്. യാക്കോബ് പറയുന്നത് ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ കൈമാറുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന പ്രതിസന്ധി ഘട്ടം, ആയിരിക്കുന്ന പ്രതികൂല ഘട്ടം, മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ആശങ്കപ്പെട്ട് ആകുലതയോടെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിലും ആയിരിക്കുന്ന സ്ഥലത്ത് സ്വർഗം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്. നീ ഒരിക്കലും തളരുകയില്ല, തകർന്നു പോകത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ലൂസ് എന്ന പട്ടണത്തിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. നാളെ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുക, എങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ചിന്താഗതിയോടെയാണോ നീ ആയിരിക്കുന്നതെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരിക്കലും ഭാരപ്പെടേണ്ടിയ ആവശ്യമില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും ഘട്ടത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയ്ക്കായി, കൃപയ്ക്കായി, ദയയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. അനർത്ഥങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ച്, രക്ഷിച്ച്, മാനിച്ച്, അനുഗ്രഹിച്ച് ഉദ്ധരിക്കുന്ന യഹോവയുടെ മഹത്വമുള്ള കരം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരണമേ. ഈ ജനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാണ്. എല്ലാവിധ നന്മകളാൽ ദൈവം നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.